ഈ ലേഡിക്ക് കാർഡ്ബോർഡ് ബോക്സിനകത്ത് നിന്ന് ഒരു പട്ടിക്കുഞ്ഞിനെ കിട്ടുന്നു. അവൾക്ക് അതിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമാവുന്നു. അതിനും അവളെ വളരെയധികം ഇഷ്ടമാവുന്നു. അവൾ അതിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവന് മാക്സ് എന്ന് പേരിടുന്നു. അന്നു മുതൽ അവർ നല്ല ഫ്രണ്ട്സ് ആയി മാറുന്നു. അവൾ എവിടെ പോയാലും അതിനെയും കൊണ്ടുപോകുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന അവൾ അവനെ തന്റെ സ്വന്തമായി കണ്ട് സ്നേഹിക്കുന്നു. അവൻ എന്ത് തെറ്റ് ചെയ്താലും അവൾ അത് കാര്യമാക്കുന്നില്ല. പക്ഷെ എല്ലാ ദിവസവും മാക്സിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നടക്കും. അവൻ എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും അവൾ അവനെ തനിച്ചാക്കി ജോലിക്ക് പോകും. മാക്സിന് അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവൾ പോയി കഴിയുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും അവന്റെ ഫ്രണ്ട്സായ പെറ്റ്സ് അവിടേക്ക് വരുന്നു. അവർ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവന്റെ ഫ്രണ്ട് കാണാതായി അവന്റെ ഒരു ബോൾ കണ്ടെത്തി കൊടുക്കുന്നു. അവൾക്കും ആ ബോൾ വളരെയധികം ഇഷ്ടമായതുകൊണ്ട് മാക്സ് അവൾ വരുന്നത് കാത്തിരിക്കുന്നു. അവൾ വന്നതും അവൻ വളരെയധികം സന്തോഷിക്കുന്നു. പക്ഷെ ഒരു ഷോക്കിംഗ് ആയ കാര്യം സംഭവിക്കുന്നു. അവൾ മറ്റൊരു ഡോഗിനെ കൂടി വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതിന് മാക്സിനേക്കാൾ 4 ഇരട്ടി വലിപ്പമുണ്ട്. മാക്സ് അവനെ കണ്ട് ഷോക്കാവുന്നു. അതേസമയം അവനോട് ദേഷ്യവും തോന്നുന്നു. മാക്സ് ദേഷ്യപ്പെട്ടതും ആ ഡോഗ് പേടിക്കുന്നു. അവൻ മാക്സിനോട് ഫ്രണ്ട് ആവാൻ ശ്രമിക്കുന്നു. പക്ഷെ മാക്സ് അവനെ അവഗണിക്കുന്നു. ഉടനെ ആ ഡോഗ് ആ ബോൾ എടുത്തു കൊണ്ടുവരുന്നു. അവൾ ആ ബോൾ കണ്ട് സന്തോഷിക്കുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ ഡോഗ് ആ ബോൾ കടിച്ചു പൊട്ടിക്കുന്നു. മാക്സിന് അത് കണ്ട് ദേഷ്യം വരുന്നു. രാത്രി അവൾ ആ ഡോഗിന് തറയിൽ ഒരു ബ്ലാങ്കറ്റ് വിരിച്ചു കൊടുക്കുന്നു. മാക്സ് തന്റെ ബെഡിൽ വന്ന് കിടക്കുന്നു. അവൾ പോയി കഴിഞ്ഞതും ആ ഡോഗ് മാക്സിനോട് ബെഡ് ഓരോ ദിവസം ഇടവിട്ട് ഷെയർ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷെ അവനെ ഇഷ്ടമാവാതിരുന്ന മാക്സ് അതിന് പറ്റില്ലെന്ന് പറയുന്നു. ഉടനെ ആ ഡോഗ് തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നു. അവൻ ആ ബെഡിൽ കയറി കിടന്ന് മാക്സിനെ പുറത്താക്കുന്നു. മാക്സ് ഇക്കാര്യം അവളോട് പറയുമെങ്കിലും അവൾക്ക് മാക്സ് ആവശ്യമില്ലാതെ കുരയ്ക്കുന്നതായി തോന്നുന്നു. അതുകൊണ്ട് അവനെ ഉറങ്ങാൻ പറഞ്ഞേക്കുന്നു. ആ ഡോഗ് അവനെ ഭീഷണിപ്പെടുത്തുന്നു. പേടിച്ചുപോയ മാക്സ് ആ ബ്ലാങ്കറ്റിൽ വന്ന് കിടക്കുന്നു. ഉടനെ ആ ഡോഗ് അത് വലിച്ചെടുത്ത് സ്വന്തം ദേഹത്തേക്ക് മൂടുന്നു. മാക്സ് വെറും തറയിൽ കിടക്കുന്നു.